നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. നയതന്ത്ര തലത്തിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും യുദ്ധഭൂമിയിൽ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും നിർണായക നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ പ്രതിരോധ സേന അഥവാ IDF നടത്തുന്ന നീക്കങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹിസ്ബുള്ളയുടെ തലവൻ നയിം ഖാസിമിയെ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചിരിക്കുകയാണ്. ബെയ്റൂട്ടിൽ നടന്ന ഈ ആക്രമണം ഹിസ്ബുള്ളയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും ആശയവിനിമയ സംവിധാനങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നയിം ഖാസിമിൻ്റെ ഓഫീസിൻ്റെ ചുമതലക്കാരനും അദ്ദേഹത്തിൻ്റെ അടുത്ത ഉപദേശകനുമായിരുന്ന ഹർഷിയും കൂടെ കൊല്ലപ്പെട്ടതോടെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തിന് മേലുള്ള ഇസ്രയേലിൻ്റെ നിരീക്ഷണം എത്രത്തോളം ശക്തമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ഇതിനു പുറമെ തെക്കൻ ലബനനിലെ ലിറ്റാനി നദിക്ക് സമീപമുള്ള 10ഓളം ആയുധ സംഭരണശാലകളും കമാൻഡ് സെൻ്ററുകളും ഇസ്രയേൽ തകർത്തു. ഹിസ്ബുള്ളയുടെ ആയുധ നീക്കങ്ങൾ തടയുന്നതിനായി തന്ത്രപ്രധാനമായ പാതകളിൽ ഇസ്രയേൽ ബോംബാക്രമണവും നടത്തി. ഗാസയിൽ നിന്നും സമാനമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അൽ ജസീറ മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന പ്രവർത്തിച്ചിരുന്ന ഹമാസ് ഭീകരൻ മുഹമ്മദ് സമീർ മുഹമ്മദ് വഷാഹിനെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. ഹമാസിൻ്റെ റോക്കറ്റ് ആയുധ നിർമ്മാണ വിഭാഗത്തിലെ പ്രധാനിയായിരുന്ന ഇയാൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ മറവിൽ ഇസ്രയേൽ സൈന്യത്തിനെതിരായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നാണ് IDF ആരോപിക്കുന്നത്. ഇത്തരം നീക്കങ്ങളിലൂടെ ഭീകര സംഘടനകളുടെ താഴേക്കിടയിലുള്ള ഘടനകളെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രയേൽ മുൻപോട്ട് വയ്ക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ലബനനിലെ ഹിസ്ബുള്ള ഭീഷണി പൂർണ്ണമായും നീക്കാതെ തങ്ങൾ പിന്മാറില്ലെന്ന കർക്കശമായ നിലപാടിലാണ് ഇസ്രയേൽ ഇപ്പോഴും തുടരുന്നത്. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ കരുത്തും തന്ത്രപ്രധാനമായ സഖ്യകക്ഷിയുമാണ് ലബനൻ ആസ്ഥാനമായിട്ടുള്ള ഹിസ്ബുള്ള. ദീർഘകാലം സംഘടനയെ നയിച്ച ഹസൻ നസ്രള്ളയ്ക്ക് പിന്നാലെ പുതിയ തലവൻ നയിം ഖാസിമും വധിക്കപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു സംഘടനയുടെ തകർച്ചയല്ല, മറിച്ച് ഇറാൻ ദശകങ്ങളായി പടുത്തുയർത്തിയ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് അഥവാ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് ലഭിക്കുന്ന കനത്ത പ്രഹരം കൂടിയാണ്. മേഖലയിൽ ഇസ്രയേലിനെ പ്രതിരോധിക്കുവാനും അമേരിക്കൻ സ്വാധീനത്തെ ചെറുക്കുവാനും ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിരുന്നു ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ നേതൃനിര ഒന്നൊന്നായി തകരുന്നത് ഇറാന്റെ പ്രാദേശികമായ കരുത്തിനെയും തന്ത്രപരമായ വിലപേശൽ ശേഷിയെയും വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സൈനികമായി നോക്കിയാൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന ഇത്തരം ശൂന്യതകൾ ഇറാന്റെ പകരക്കാരിലേക്കുള്ള യുദ്ധതന്ത്രത്തെ നേരിട്ട് ബാധിക്കും. ദീർഘകാല അനുഭവ സമ്പത്തുള്ള നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ സംഘടനയുടെ തീരുമാനമെടുക്കാനുള്ള ശേഷി കുറയുകയും താഴേക്കിടയിലുള്ള തീവ്രവാദികൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പക്കലുള്ള ഏറ്റവും വിശ്വസ്തരായ നേതാക്കളെപ്പോലും കൃത്യമായി കണ്ടെത്തി വധിക്കാൻ സാധിക്കുന്നുവെന്നത് അവരുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ മേൽക്കോയ്മയെയാണ് വ്യക്തമാക്കുന്നത്. ഇത് ഇറാനെയും അവരുടെ മറ്റ് സഖ്യകക്ഷികളെയും മനഃശാസ്ത്രപരമായി തളർത്തുവാൻ സഹായിക്കും. സ്വന്തം വിശ്വസ്തരെ സംരക്ഷിക്കുവാൻ ഇറാന് കഴിയുന്നില്ല എന്ന തോന്നൽ മേഖലയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ ഇറാന്റെ വിശ്വാസ്യത കുറയ്ക്കുവാൻ ഇടയാക്കും. സ്വന്തം വിശ്വസ്തരെ സംരക്ഷിക്കുവാൻ ഇറാന് കഴിയുന്നില്ല എന്ന തോന്നൽ മേഖലയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ ഇറാന്റെ വിശ്വാസ്യത കുറയുവാൻ ഇടയാക്കും. നയതന്ത്രപരമായി പരിശോധിക്കുമ്പോൾ അമേരിക്കയുമായി പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കാനിരിക്കുന്ന നിർണായക ഘട്ടത്തിലാണ് ഈ വധം നടന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതും ഉപരോധങ്ങൾ നീക്കുന്നതും സംബന്ധിച്ച ചർച്ചകളിൽ ഹിസ്ബുള്ളയെ ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കുവാനായിരുന്നു ഇറാന്റെ നീക്കം. എന്നാൽ ഹിസ്ബുള്ള ദുർബലമാകുന്നതോടെ ഇറാന്റെ കൈവശമുള്ള ഈ തുറുപ്പ് ചീട്ടിൻ്റെ മൂല്യം കുറയും. ഇത് ചർച്ചകളിൽ ഇറാന്റെ വിലപേശൽ ശേഷിയെ പരിമിതപ്പെടുത്തും. ലബനനിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധരാക്കുക എന്ന ഇസ്രയേലിൻ്റെ ലക്ഷ്യം വിജയിച്ചാൽ മേഖലയിലെ ഇറാന്റെ സ്വാധീനം സിറിയയിലേക്കും ഇറാഖിലേക്കും മാത്രമായി ചുരുങ്ങും. ഇത് ഇറാന്റെ ദീർഘകാല വിദേശ നയത്തിന് ലഭിക്കുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ്. ചുരുക്കത്തിൽ ഹിസ്ബുള്ള തലവൻ്റെ വധം ഇറാന് നൽകുന്നത് വലിയൊരു ആഭ്യന്തര വിദേശ സുരക്ഷാ വെല്ലുവിളിയാണ്. ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ ലെബനനിൽ തുടരുന്നത് ഇറാന്റെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്നു.
സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഇറാനിലെ ജനങ്ങൾക്കിടയിൽ ഇത്തരം വിദേശ ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധം ഉയരുവാനും ഇത് കാരണമായേക്കാം. യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട സഖ്യകക്ഷിയെ സംരക്ഷിക്കുവാനോ അതോ സ്വന്തം സുരക്ഷ മുൻനിർത്തി ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ ഇറാൻ തയ്യാറാകുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അത് എന്തുതന്നെയായാലും ഹിസ്ബുള്ളയുടെ നേതൃമാറ്റങ്ങളും തകർച്ചയും മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ പുനർനിർണയിക്കുന്നതിൽ നിർണായകമാകുമെന്നത് ഉറപ്പാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുതയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ ഒന്നായ ലെബനനിൽ ആക്രമണം തുടരുന്നത് സമാധാന ശ്രമങ്ങളെ അപ്രസക്തമാക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം കരാറിലെ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ഇരുപക്ഷത്തിൻ്റെയും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ ലെബനനിൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പോരാട്ടം നിർത്തിവെക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഇറാനുമായുള്ള കരാറിൽ ലെബനൻ ഉൾപ്പെടുന്നില്ല എന്നും ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുന്നത് വരെ അവിടെ ആക്രമണം തുടരും എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ള തലവനെ വധിച്ചതിലൂടെ ഈ നിലപാട് ഇസ്രയേൽ പ്രായോഗികമായി നടപ്പിലുമാക്കി. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുകയും പാകിസ്ഥാൻ മുന്നോട്ട് വച്ച സമാധാന പാതയിൽ നിന്ന് അവിടെ പിന്നോട്ട് വലിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികൾ വേട്ടയാടപ്പെടുമ്പോൾ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന നിലപാടിലേക്ക് ഇറാൻ നീങ്ങുന്നത് പാകിസ്ഥാന്റെ നയതന്ത്ര വിജയത്തിന് മങ്ങലേൽപ്പിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ സമാധാന കരാർ വലിയൊരു നയതന്ത്ര പരീക്ഷണമാണ്. ചർച്ചകൾക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി 2 ദിവസത്തെ പ്രാദേശിക അവധി വരെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത്തരമൊരു വധം നടന്നത് ചർച്ചകളുടെ അന്തരീക്ഷത്തെ തന്നെ കലുഷിതമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രതിനിധി സംഘം ചർച്ചകൾക്കായി എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇസ്രയേലിനെ നിയന്ത്രിക്കുവാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്ത പക്ഷം പാകിസ്ഥാൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ വെറും കടലാസ് രേഖകളായി മാറാനാണ് സാധ്യത. ഹിസ്ബുള്ള നേതാവിൻ്റെ വധം ഇറാൻ ഒരു യുദ്ധപ്രഖ്യാപനമായി കാണുകയാണെങ്കിൽ അവർ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുവാനും ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാനും മുതിർന്നേക്കാം. ഇത് പാകിസ്ഥാൻ ആഗ്രഹിച്ച സമാധാന അന്തരീക്ഷത്തെ തകർക്കുകയും മേഖലയെ വീണ്ടും അസ്ഥിരതയിലേക്ക് കൊണ്ടുവിടുകയും ചെയ്യും. ചുരുക്കത്തിൽ ഹിസ്ബുള്ള തലവൻ്റെ വധം പാകിസ്ഥാൻ കരാറിനെ തകർക്കാനുള്ള ഒരു വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. നയതന്ത്രം പരാജയപ്പെടുകയും സൈനികമായ മേൽക്കോയ്മയ്ക്കുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കും. ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങളെ തടയുവാൻ അമേരിക്കൻ ഭരണകൂടത്തിന് കഴിയാത്തതും കരാറിൻ്റെ പരിധിയിൽ ലെബനൻ ഉൾപ്പെടാതിരുന്നതും പാകിസ്ഥാൻ വിഭാവനം ചെയ്ത സമാധാന ദൗത്യത്തിന് വെല്ലുവിളിയാണ്. വരും മണിക്കൂറുകളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന നീക്കങ്ങളും ഇറാന്റെ ഔദ്യോഗിക പ്രതികരണവും എങ്ങനെയാണ് എന്നത് ഈ കരാറിൻ്റെ ആയുസ് നിർണ്ണയിച്ചേക്കാം. സമാധാനം എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ ഇനിയും ദൂരമേറെയുണ്ടെന്ന് നിലവിലെ സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ പുകയുന്ന ഇറാൻ ഇസ്രയേൽ അമേരിക്ക സംഘർഷം ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാക്കുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം കേവലം ഒരു വിദേശ നയ പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തികവും തന്ത്രപരവുമായ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ യുദ്ധം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന നിഷ്പക്ഷവും എന്നാൽ സജീവവുമായ നയതന്ത്ര നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. മേഖലയിലെ പ്രധാന ശക്തികളായ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവരുമായി ഒരേ സമയം ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ സമാധാനം അത്യന്താപേക്ഷിതമാണ്. രാജ്യത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി 85% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഭാരതത്തിന് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നത് കനത്ത പ്രഹരമാണ് നൽകുന്നത്. പാചകവാതകത്തിൻ്റെ 90% ഈ പാതയിലൂടെയാണ് കടന്നു വരുന്നത് എന്നത് ഭാരതം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. എണ്ണവില ബാരലിന് $100 ഉയരുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ വലിയ പണപ്പെരുപ്പത്തിനും കാരണമാകും. സാധാരണക്കാരൻ്റെ ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യും. കൂടാതെ ഗൾഫ് മേഖലയിൽ തൊഴിലെടുക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും അവരുടെ സാമ്പത്തിക സംഭാവനകളും ഇന്ത്യയെ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയുള്ളവരാക്കുന്നു. നയതന്ത്ര തലത്തിൽ നോക്കിയാൽ ഭാരതത്തിൻ്റെ മൾട്ടി അലൈൻമെൻറ്റ് നയം വലിയൊരു പരീക്ഷണത്തെയാണ് നേരിടുന്നത്. ഇസ്രയേലുമായി പ്രതിരോധ സാങ്കേതിക മേഖലകളിൽ അഗാധമായ ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഇറാൻ്റെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം പോലെയുള്ള പദ്ധതികളിൽ ഇന്ത്യ പങ്കാളികളാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും ഗൾഫ് നേതാക്കളുമായും നടത്തിയ ചർച്ചകൾ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യക്കുള്ള സ്വാധീനം വെളിവാക്കുന്നു. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങളെ അപലപിക്കുവാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എങ്കിലും പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെ രാജ്യം എതിർക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനം ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയ്ക്കും ആഗോള സ്വാധീനത്തിനും ഒരുപോലെ പ്രധാനമാണ്. വികസിത രാജ്യമായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഊർജ്ജ സുരക്ഷയും സുഗമമായ വ്യാപാര പാതകളും അനിവാര്യമാണ്. ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുവാനും ഇരുവിഭാഗത്തെയും ചർച്ചകളിലേക്ക് നയിക്കുവാനും ഇന്ത്യക്ക് സാധിക്കും. നയതന്ത്രപരമായ പക്വതയോടെയുള്ള ഇന്ത്യയുടെ ഓരോ നീക്കവും മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിലും ആഗോള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിലും നിർണായക പങ്കുവഹിക്കും. യുദ്ധമല്ല, മറിച്ച് സംവാദമാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗം എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടുതൽ പ്രസക്തമാകുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.